നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ അന്തർദേശീയ സമ്മർദ്ദത്തിനിടയിലും ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്തുവാൻ ഒരുക്കമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടിയുള്ള മുറവിളി ഗാസ യുദ്ധവിരാമ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയ്ക്ക് ഐക്യദാർഢ്യം നേർന്നുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആഗോള മാർച്ചിന് ഇന്ന് കൊയ്റയിൽ തുടക്കമാകും. ഹമാസിനെ നശിപ്പിച്ചും ബന്ദികളെ മോചിപ്പിച്ചും മാത്രമേ ഗാസ ആക്രമണം അവസാനിപ്പിക്കൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. 20 മാസമായി ഗാസയ്ക്ക് നേരെ തുടരുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യം തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ജെറുസലേമിനെ വിഭജിച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കണമെന്ന ആഗ്രഹം നടപ്പില്ലെന്നും നെതന്യാഹു പറയുന്നു. ഇതോടെ ഗാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടുകയാണ്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഫ്രാൻസും മറ്റും നടത്തുന്ന നീക്കങ്ങളെ അമേരിക്ക വിമർശിച്ചു. ഇത്തരം നടപടികൾ ഗാസ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു. ഇസ്രയേലിലെ 2 തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്കെതിരെ UK, കാനഡ ഉൾപ്പെടെ 5 രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചതും ശരിയായില്ല എന്നാണ് അമേരിക്കൻ നിലപാട്. അതേസമയം 50ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ പ്രഖ്യാപിച്ച ഗാസയിലേക്കുള്ള ഗ്ലോബൽ മാർച്ചിന് ഈജിപ്ത് തലസ്ഥാനമായ കോറയിൽ ഇന്ന് തന്നെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നിന്ന് അൽ ആരിഷ് നഗരത്തിലേക്ക് ബസ്സുകളിൽ നീങ്ങുന്ന സംഘം അവിടെ നിന്ന് റഫ ക്രോസിംഗിലേക്ക് ഈ മാസം 20-ന് കാൽനടയായി സഞ്ചരിക്കാനാണ് പരിപാടി. മാർച്ച് തടയണമെന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കെ ഈജിപ്ത് തീരുമാനം നിർണായകമാകും. ഗാസയിൽ ഇസ്രയേലിലെ ആക്രമണങ്ങളിൽ 57 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ 20 മാസങ്ങളായി തുടർന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 55,000 കവിഞ്ഞു. ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് 2 ബന്ദികളുടെ മൃതദേഹം സൈന്യം കണ്ടെടുത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇതിനിടെ ഇറാനു നേരെ ഇസ്രയേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ US. ബഹ്റൈൻ, കുവൈറ്റ്, UAE എന്നിവ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളെയും സൈനിക ഉദ്യോഗസ്ഥരുടെ ആശ്രിതരെയും പിൻവലിക്കുവാൻ US പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചു. പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിൽ യഥാർത്ഥ കാരണം വ്യക്തമല്ലെങ്കിലും പശ്ചിമേഷ്യയിൽ വളർന്നുവരുന്ന പിരിമുറുക്കം US സെൻട്രൽ കമാൻഡ് നിരീക്ഷിച്ചു വരികയാണെന്നും അതിന്റെ ഭാഗമാണിതെന്നും ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. അപകടകരമായ സ്ഥലമാകുവാൻ സാധ്യതയുള്ളതിനാലാണ് അവരെ മാറ്റുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവരോട് മാറുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീക്കം സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതിങ്ങനെയാണ്. ഇറാഖിലെ തങ്ങളുടെ എംബസി ഭാഗികമായി ഒഴിപ്പിക്കുവാനും അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിർത്തുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും മാറുവാൻ ഉത്തരവിട്ടതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ അയൽരാജ്യമായ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകും ആദ്യ പ്രത്യാഘാതം നടക്കുക എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് USന്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒരു പുതിയ ആണവ കരാറിന് ശ്രമം തുടരുമ്പോൾ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളായി വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് സ്വമേധയാ മടങ്ങുവാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര പ്രതിനിധികൾക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇറാനുമായുള്ള ആണവ കരാർ സംബന്ധിച്ച് തനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരികയാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചിരുന്നു. കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും ട്രംപ് സൂചിപ്പിച്ചു. ആണവാഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കരാർ ഇറാനുമായി ഉണ്ടാക്കുവാൻ കഴിയുന്ന കാര്യത്തിൽ തനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നുവെന്നാണ് അവർ താമസിക്കുന്നതുമായി തോന്നുന്നുവെന്നും ഇത് ദൗർഭാഗ്യകരമാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ തനിക്കിപ്പോൾ ആത്മവിശ്വാസം കുറവാണെന്നുമാണ് ഈ ട്രംപിന്റെ പ്രതികരണം. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാനായി ഇസ്രയേൽ വ്യോമ ആയുധങ്ങളുടെ നീക്കവും ഒരു വ്യോമാഭ്യാസവും നടത്തിയെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം. എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇസ്രയേൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും CNN റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ നീക്കത്തിൽ ട്രംപ് ഭരണകൂടവും നെതന്യാഹു ഭരണകൂടവും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലെന്നാണ് വിവരം. കടുത്ത കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുവാൻ ഇറാഖിലും സിറിയയിലും വിന്യസിച്ചതിനേക്കാൾ കൂടുതൽ അമേരിക്കൻ സൈനികരെ ലോസ് ആഞ്ചലസിലേക്ക് ട്രംപ് ഭരണകൂടം അയച്ചതായാണ് റിപ്പോർട്ട്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് നഗരത്തിലാണ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ജനം തെരുവിലിറങ്ങിയത്. ഏകദേശം 4000 നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെയും 700-ലധികം ആക്റ്റീവ് ഡ്യൂട്ടി മറൈൻമാരെയും ലോസ് ആഞ്ചലസിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തലങ്ങും വിലങ്ങും കുടിയേറ്റക്കാർക്കെതിരെ നടപടി വ്യാപകമാക്കിയതോടെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നുവെന്ന് ആരോപിച്ചാണ് അധികൃതരുടെ നടപടി.
ഇറാഖിൽ 2500-ഉം സിറിയയിലെ 1500-ഉം സൈനികരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോസ് ആഞ്ചലസിൽ 4800 സജീവ ഗാർഡ് മറൈൻ ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. $134 മില്യൺ സൈനിക വിന്യാസത്തിനായി ചെലവാക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കരുതൽ തടങ്കലിലാക്കുന്നത്. 44 പേരെങ്കിലും ഇങ്ങനെ അറസ്റ്റ് ചെയ്തതായാണ് ആദ്യമുള്ള റിപ്പോർട്ടുകൾ. അറസ്റ്റിലായവരുടെ എണ്ണം ഉയരാനാണ് സാധ്യത. ഇതിനെതിരെ ജൂൺ 6-ന് തുടങ്ങിയ പ്രതിഷേധം പിറ്റേന്ന് വൈകുന്നേരത്തോടെ കൈവിടുകയായിരുന്നു. കലാപ അന്തരീക്ഷവുമായി ലോസ് ആഞ്ചലസ് നഗരം. നിരവധി പേരാണ് ഭരണകൂടത്തിന്റെ നയത്തിനെതിരെ രംഗത്തെത്തിയത്. സ്ഥലത്ത് കർഫ്യൂ വരെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കുവാൻ ട്രംപ് ഉത്തരവിട്ടത്. ഏകദേശം 3.9 ദശലക്ഷം ആളുകളാണ് നഗരത്തിൽ താമസിക്കുന്നത്. ഇതിനിടെ സൈന്യത്തെ വിന്യസിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ കാലിഫോർണിയ ഗവർണറും രംഗത്തെത്തി. ഇതിനിടെ ഹമാസിന്റെ 50ഓളം തുരങ്കങ്ങളിൽ വിഷപ്പുകയും വെള്ളവും നിറയ്ക്കുവാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നതിനിടയ്ക്ക് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തുവരികയാണ്. ഹമാസ് തീവ്രവാദി പ്രസ്ഥാനത്തിൽ ഇനി 30,000 പേർ കൂടി അവശേഷിക്കുന്നുണ്ട് എന്നും അവരേറെയും 50ഓളം തുരങ്കങ്ങളിലായി ഒളിച്ചു പാർക്കുന്നതുമായ വിവരമാണ് ഇസ്രായേൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗാസയിലെ എല്ലാ ആശുപത്രികളെയും അടിയിൽ ഒരു തുരങ്കമുണ്ടെന്നും ചില ആശുപത്രികൾ തുരങ്കങ്ങൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് വ്യക്തമാക്കുന്നു. ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന കരുതലിലാണ് ഹമാസ് ആശുപത്രികളെ ബന്ധിച്ച് തുരങ്കങ്ങൾ പണിതുകൂട്ടിയത്. യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന തീവ്രവാദികൾക്ക് ചികിത്സ നൽകുവാനായി മാത്രം ചില തുരങ്കങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 1.5 വർഷത്തെ പോരാട്ടത്തിൽ ഹമാസിന്റെ 10,000 തീവ്രവാദികളും 100ഓളം നേതാക്കളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ശേഷിക്കുന്ന 30,000 പേരെ വിഷപ്പുക കയറ്റിയും വെള്ളം നിറച്ചും ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 30 വർഷം മുൻപ് ഇറാന്റെ സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായത്തിലുമാണ് ഈ തുരങ്കങ്ങളേറെയും പണികഴിപ്പിച്ചിരുന്നത്. ഇസ്രായേൽ ആശുപത്രികളിൽ ബോംബ് വർഷം നടത്തുന്നത് തുരങ്കങ്ങളിൽ പാർക്കുന്ന ഹമാസുകളെ ലക്ഷ്യമാക്കിയാണ്. ഗാസയിൽ ഒരു ആശുപത്രിക്ക് താഴെ പണിത തുരങ്കത്തിലാണ് ഹമാസ് ഭീകര നേതാവ് മുഹമ്മദ് സിൻവാർ മുൻപ് താമസിച്ചിരുന്നത്. 30 സെക്കൻഡുകൾക്കുള്ളിൽ 50 ബോംബുകൾ ഇട്ടാണ് ഇസ്രായേൽ സൈന്യം മുഹമ്മദ് സിൻവാർ എന്ന കൊടും ഭീകരനെ വധിച്ചത്. ഈ തുരങ്കത്തിനുള്ളിലാണ് ഹമാസിന്റെ കൺട്രോൾ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നതെന്നും ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു. ഹമാസ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത മുഹമ്മദ് ഷബാനെയും മുഹമ്മദ് സിൻവാറിനെയും ഇത്തരത്തിൽ തുരങ്കം തകർത്താണ് ഇസ്രായേൽ വധിച്ചത്. ഹമാസിന്റെ ഗാസയിലെ ഉയർന്ന നേതാവായ യഹ്യ സിൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാറാണ് ഹമാസിന്റെ സൈനിക കരുനീക്കങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. ജ്യേഷ്ഠൻ യഹ്യ സിൻവാറിനെ 2024 ഒക്ടോബറിൽ ഇസ്രായേൽ വധിച്ചിരുന്നു. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ ഗാസ വളഞ്ഞ് ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുമ്പോഴും അത്ര എളുപ്പം ഹമാസുകളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. മാസങ്ങളോളം ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കുവാൻ ഹമാസിന് സാധിക്കുമെന്ന സാഹചര്യത്തിലാണ് വിഷപ്പുക എന്ന അറ്റകൈ പ്രയോഗത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. ഗാസ മുനമ്പിൽ 100 കണക്കിന് കിലോമീറ്ററുകളിൽ വളഞ്ഞു കിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളും ഇപ്പോഴും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സുസജ്ജരായി പോരാടുന്ന 30,000 പേർ അംഗങ്ങളുമാണ് പ്രതിരോധത്തിന്റെ ഹമാസിന്റെ ആണിക്കല്ല്. ഗാസ നഗരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഒളിത്താവളമാക്കിയാണ് ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന് ഹമാസ് ഇത്രയും കാലം തിരിച്ചടി നൽകിയിരുന്നത്. തുരങ്കങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും പുറത്തിറങ്ങി വെടിയുതിർത്തും വഴിയിൽ കുഴിബോംബ് കൊണ്ട് കെണിയൊരുക്കിയും ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം തടയാനായിരുന്നു ഹമാസിന്റെ ശ്രമം. തുരങ്കങ്ങളിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തെത്തി ഇസ്രായേൽ ടാങ്കുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഹമാസ് അതിനുശേഷം ഞൊടിയിടയിൽ തുരങ്കങ്ങളിലേക്ക് ഉൾവലിയുന്ന തന്ത്രമാണ് പയറ്റുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് ഏറെ ആൾനാശമുണ്ടായതും ഇത്തരത്തിലുള്ള മിന്നൽ ആക്രമണത്തിലൂടെയാണ്. തുരങ്കങ്ങൾ ഏറെയും 200 മീറ്റർ വരെ താഴ്ചയായതിനാൽ ഇരുമ്പു കവചമുള്ള അറകൾ പൂർണ്ണമായി തകർക്കുക അസാധ്യമായതോടെയാണ് വിഷപ്പുക അടിക്കാനുള്ള അറ്റകൈ നീക്കം. വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെ ഗാസയ്ക്കടിയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചെടുത്ത ഭൂഗർഭ തുരങ്കങ്ങൾക്ക് 100 കണക്കിന് കിലോമീറ്ററുകൾ നീളവും 200 മീറ്റർ വരെ ആഴവുമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. 2008-ലെ ഗാസ യുദ്ധത്തിന്റെ കാലത്ത് ഹമാസിന്റെ കൈവശമുണ്ടായിരുന്ന റോക്കറ്റുകൾക്ക് പരമാവധി 40 കിലോമീറ്റർ വരെയായിരുന്ന ദൂരപരിധിയെങ്കിൽ 2021 ആയപ്പോഴേക്കും 230 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഹമാസ് സ്വന്തമാക്കി. ഈ ഭൂഗർഭ തുരങ്കങ്ങളിൽ വ്യാപകമായി മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അടക്കം വൻതോതിൽ സംഭരിക്കുന്നതായും ഹമാസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.